അപ്പോൾ ഓർഗനൈസിങ് ചാപ്റ്ററിൽ നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. അപ്പം ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ മേ ബി ലൈൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലൈൻ കമാൻഡ് യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാകാം. അതല്ലെങ്കിൽ സ്റ്റാഫ് കമാൻഡ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാഫ് മോഡൽ ഓഫ് സ്ട്രക്ചർ ഉണ്ടായിരിക്കാം, ഓർ ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കാം. അങ്ങനെ 3 തരത്തിലാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓർഗനൈസിങ് എന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഓർഗനൈസേഷനിലുള്ള വേരിയസ് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് അസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഈ ഫങ്ഷൻ അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഓവറോൾ ഫ്രെയിം വർക്കിനെയാണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് എല്ലാ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ is the framework that define how a company's activities are organized, directed and coordinated to achieve its goals. നമ്മളുടെ ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള വേരിയസ് ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഫോർമൽ ഓർഗനൈസേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെയാണ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അതോറിറ്റി, ഓരോരുത്തരുടെ അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ലൈൻ ഓഫ് കമാൻഡ്, ഇത് ലൈൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ആൻഡ് അവിടെയുള്ള വേരിയസ് പൊസിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർലി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, എംപ്ലോയീസിൻ്റെയും എംപ്ലോയേഴ്സിൻ്റെതും. സോ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഫോർമൽ ഓർഗനൈസേഷനിൽ പഠിച്ചിരിക്കുന്നത് തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവും ഷോർട്ട് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവും, അതിൽ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ തന്നെ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. നമുക്ക് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതായിരിക്കും, അതല്ലെങ്കിൽ സെയിൽസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളതായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, ദെൻ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ചിലത് വലിയ ലാർജ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷൻസ് ആയിരിക്കാം, മീഡിയം ഓർഗനൈസേഷൻസ് ആയിരിക്കാം. ഈ സൈസിൻ്റെ ബേസിസിലും നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലാർജ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമൽ ഓർഗനൈസേഷൻ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനും ഓർഗനൈസിങ് പോസിബിളായിട്ട് വരില്ല. സ്മോൾ ഓർഗനൈസേഷനൊക്കെ ആവുന്ന സമയത്ത് അവിടെ നമുക്കൊരു ലൈൻ ഓഫ് കമാൻഡിലൂടെ മാത്രമാണ് നമ്മളുടെ ഓവറോൾ ലൈൻസ് ഓഫ് ഓർഡേഴ്സും പോകുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പോസിബിളായിട്ട് വരും. ഇപ്പോൾ നമ്മൾ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഒരു ഡിറ്റർമിനിങ് ഫാക്ടറാണ്. ദെൻ ടെക്നോളജി യൂസ്ഡ്. ചില ഓർഗനൈസേഷനിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലതിൽ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നതിലും ഒരു ഫാക്ടറാണ്. ദെൻ ടൈപ്പ് ഓഫ് ദ പീപ്പിൾ എംപ്ലോയിഡ്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അതിൻ്റെയും അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് എംപ്ലോയീസിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും, ലേബർ വർക്കിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും. ചിലത് എങ്ങനെയായിരിക്കും, ഈ ഒരു മെഷീൻ ടൈപ്പ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ എഫക്റ്റ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ 3 ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ലൈൻ ഓർഗനൈസേഷനാണ്. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ആ ഒരു നെയിമിൽ തന്നെ ഉണ്ടാകും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദ അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഈച്ച് സബോർഡിനേറ്റ് ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ഫ്രം ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. സുപ്പീരിയറിന്
നമുക്ക് 3 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ 3 എംപ്ലോയീസിനെയും കൂടെ കൺട്രോൾ ചെയ്യുന്നത് ഒറ്റ സുപ്പീരിയർ ആണെങ്കിൽ ആ ഒരു സുപ്പീരിയറിനോട് മാത്രമായിരിക്കും ഈ 3 എംപ്ലോയീസും റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. അവരെന്ത് തെറ്റ് ചെയ്താലും അത് കറക്റ്റ് ചെയ്യേണ്ട അതോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ ഒരു സുപ്പീരിയർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. സോ ഓരോ എംപ്ലോയീസിനും അല്ലെങ്കിൽ ഓരോ സബോർഡിനേറ്റിനും ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് കിട്ടുന്നത് അവരുടെ തൊട്ട് മുകളിലുള്ള സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കും. It give the authority to superior to take disciplinary action against subordinate. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ് തെറ്റ് ചെയ്താൽ അതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ് അല്ലെങ്കിൽ അതോറിറ്റി അയാൾക്ക് തൊട്ട് മുകളിലുള്ള സുപ്പീരിയർക്ക് ഉണ്ടായിരിക്കും. ഈച്ച് സബോർഡിനേറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഫോർ ഹിസ് പെർഫോമൻസ്. ആരോട് മാത്രം? ഈ തൊട്ട് മുകളിലുള്ള സുപ്പീരിയേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ളൂ. then there is exist a proper channel of communication. നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈൻ ഓഫ് കമാൻഡിലൂടെ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുള്ളൂ. then authority flows vertically from top to bottom of the organization. അവിടെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഏറ്റവും താഴെ ലെവലിലുള്ള എംപ്ലോയീസിന് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള മാനേജറിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ഓരോരോ സുപ്പീരിയേഴ്സിലൂടെ വഴിയല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ആ ഒരു പറഞ്ഞിരിക്കുന്ന ലൈൻ ഓഫ് കമാൻഡിലൂടെ മാത്രമേ നമുക്കിവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നുള്ളൂ. ഓക്കെ, അതാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെറിറ്റ്സ് ഒക്കെ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുക? സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. നമ്മൾ ആ ഒരു എന്താണോ പറഞ്ഞിരിക്കുന്ന ലൈൻ ഓഫ് കമാൻഡ് അത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. ദെൻ ക്വിക്ക് ഡിസിഷൻസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെയോ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു പേഴ്സൻ്റെയോ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതില്ല. നമുക്ക് തൊട്ട് മുകളിലുള്ള സുപ്പീരിയറിന് എന്താണോ പറയുന്നത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞത് നമ്മളൊരു പ്രിൻസിപ്പിളായിട്ട് പഠിച്ചതാണ്. നമുക്ക് ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും കിട്ടുന്നത് ഒരു സോഴ്സിൽ നിന്ന് മാത്രമാണെങ്കിൽ അതിനെ പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് തൊട്ട് മുകളിലുള്ള സുപ്പീരിയർ ഇൻസ്ട്രക്ടറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് നമുക്ക് കമാൻഡ്സ് കിട്ടുന്നത്. മൾട്ടിപ്പിൾ അതോറിറ്റീസ് നമ്മൾക്ക് കമാൻഡ്സ് തരുന്നില്ല. ദെൻ കോർഡിനേഷൻ ഉണ്ട്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം ഇവിടെ വളരെ കുറവായിരിക്കും. ദെൻ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റിയാണ്. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. ടോപ്പ് ടു ബോട്ടം ആയിട്ട് മാത്രമാണ് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അതോറിറ്റി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചില ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് ഉള്ളത്. ദെൻ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ. നമ്മളിവിടെ ഒരു പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസോ ഒന്നും തന്നെ നമ്മൾ സീക്ക് ചെയ്യുന്നില്ല. നമുക്ക് അറിയാവുന്ന മെത്തേഡ് ഓഫ് വേ അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓവറോൾ പ്രോസസ്സ് കൊണ്ടുപോകുന്നത്. ലൈൻ കമാൻഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലൈൻ ഓഫീസേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ദെൻ ഓവർലോഡിങ് ഓഫ് വർക്ക്. ഈ ലൈൻ സുപ്പീരിയേഴ്സിന് വർക്കിൻ്റെ ഓവർലോഡ് ഉണ്ടായിരിക്കും. കാരണം എന്താ? ഇവർക്ക് ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ബാക്കിയുള്ള എല്ലാവരും നോക്കണം. അതിന് താഴെയുള്ള പൊസിഷനിൽ വരുന്ന എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന മിഡിൽ ലെവലിലുള്ളവർ നോക്കണം. ഇവിടെ എന്ത് വരുന്നില്ല? ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള മാനേജേഴ്സ് ഇല്ല. ലൈൻ എന്ന് പറയുന്നത് ഒറ്റ ലൈൻസിലുള്ള മാനേജേഴ്സ് മാത്രമായിരിക്കും. ഓരോ ലെവലിലും ഓരോ മാനേജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കുള്ള വർക്കിൻ്റെ ഓവർലോഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ ദർ ഈസ് നോ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ. കാരണം അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ഇതാണ് ലൈൻ ഓർഗനൈസേഷൻ. ദെൻ രണ്ടാമത്തത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ്. നേരത്തെ പറഞ്ഞ ലൈൻ ഓഫീസേഴ്സിൻ്റെ കൂടെ എക്സ്ട്രാ സ്റ്റാഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് സുപ്പീരിയേഴ്സിനെയും കൂടെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ.
It is a combination of line and staff organizations or offices. Here, the line managers make executive decision and staff specialists provide advice and support. രണ്ട് ടൈപ്പ് ഓഫീസേഴ്സാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ മാനേജേഴ്സാണുള്ളത്. ലൈൻ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടും അഡ്വൈസൊക്കെ കൊടുക്കുന്നത് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റും ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ലൈൻ അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സും സ്റ്റാഫ് മാനേജേഴ്സും ഉണ്ട്. ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈൻ ഓഫ് കമാൻഡ് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ഡൗൺ ടു എംപ്ലോയീസ് റെസ്പോൺസിബിൾ ഫോർ ദ കോർ ബിസിനസ് ഫങ്ഷൻ. നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? ടോപ്പ് ടു ബോട്ടം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന മാനേജേഴ്സിനെയാണ് ലൈൻ മാനേജേഴ്സ് അല്ലെങ്കിൽ ലൈൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ലൈൻ എക്സിക്യൂട്ടീവ്സ് മേക്ക് ഡിസിഷൻസ് ആൻഡ് ഓവർസീ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ദേ ഹാവ് ദ റൈറ്റ് അതോറിറ്റി ടു ഗിവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്. നേരത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ലൈൻ അതോറിറ്റി. സ്റ്റാഫ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദിസ് റെഫേഴ്സ് ടു സ്പെഷ്യലൈസ്ഡ് എംപ്ലോയീസ് ഹു സപ്പോർട്ട് ദ ലൈൻ മാനേജേഴ്സ് ബട്ട് ഡു നോട്ട് ഹാവ് ഡയറക്റ്റ് അതോറിറ്റി ഓവർ ദം. ലൈൻ മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് അഡ്വൈസും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നോളജൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് ഓഫീസേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദേ പ്രൊവൈഡ് എക്സ്പേർട്ട് advice, guidance and support in areas like finance, HR and law. വേരിയസ് ഏരിയാസിൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് അതോറിറ്റീനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെയർ റോൾ ഈസ് അഡ്വൈസറി. ലൈൻ മാനേജേഴ്സ് ഡിസൈഡ് വെദർ ടു ഇംപ്ലിമെൻറ്റ് ദ സ്റ്റാഫ്സ് റെക്കമെൻഡേഷൻ. ഇവരുടെ അഡ്വൈസിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് മാറ്റണോ വേണ്ടേ എന്നുള്ളത് ചിന്തിക്കുന്നത് ലൈൻ അതോറിറ്റിയാണ്. ഓവറോൾ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ എന്ന് പറയുന്നത് ലൈൻ അതോറിറ്റിക്ക് തന്നെയാണ്. അതിനു വേണ്ട അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് സ്റ്റാഫ് അതോറിറ്റീസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് മാനേജറിയൽ ഡിസിഷനാണ്. നമുക്ക് വളരെ പ്രോംപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കാരണം നല്ലൊരു ലൈൻ മാനേജർ ഉണ്ടെങ്കിൽ അവർക്ക് പ്ലാനിങ് ചെയ്യാനും പറ്റും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എക്സ്പേർട്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ സൗണ്ട് ആയിട്ടുള്ള സ്ട്രോങ് മാനേജറിയൽ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. ദെൻ സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആണ്. ഓരോ സ്റ്റാഫ് ഓർഗനൈസേഷൻ അതോറിറ്റി എന്ന് പറയുന്നവരും ഓരോരോ ഏരിയയിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നോളജ് കിട്ടുമ്പോൾ അവിടെ സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആണ്. നമുക്ക് HR മാത്രം സ്പെഷ്യലൈസ് ചെയ്യാം, ഫിനാൻസിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആണ്. ദെൻ ലൈൻ മാനേജേഴ്സിൻ്റെ വർക്ക് ലോഡ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് സ്റ്റാഫ് മാനേജറും കൂടെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിലും മീഡിയം ആണെങ്കിലും സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്റ്റ്. ഈ ലൈൻ മാനേജേഴ്സും സ്റ്റാഫ് മാനേജേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അവരുടെ അതോറിറ്റീനെ പറഞ്ഞുകൊണ്ട്. ദെൻ കൺഫ്യൂഷൻ ഓവർ അതോറിറ്റി. ഇപ്പം ലൈൻ മാനേജറാണോ അല്ലെങ്കിൽ സ്റ്റാഫ് മാനേജറാണോ ആർക്കാണ് അതോറിറ്റി ഉള്ളത് എന്നുള്ളത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ലൈൻ മാനേജേഴ്സ് പറയുന്നത് ചിലപ്പോൾ സ്റ്റാഫ് മാനേജേഴ്സ് കേൾക്കില്ല, സ്റ്റാഫ് മാനേജേഴ്സ് പറയുന്നത് ചിലപ്പോൾ ലൈൻ മാനേജേഴ്സ് കേൾക്കണമെന്നില്ല. ദെൻ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ രണ്ട് ടൈപ്പ് ഓഫ് മാനേജേഴ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ദെൻ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. എംപ്ലോയീസിന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ലൈൻ സുപ്പീരിയേഴ്സിനും കിട്ടിയിട്ടുണ്ടാകും, അതുപോലെ സ്റ്റാഫ് സുപ്പീരിയേഴ്സിനും കിട്ടിയിട്ടുണ്ടാകും. ഇവർ എംപ്ലോയീസ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോടാണ് ഇവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് എംപ്ലോയീസിന് ചിലപ്പം മനസ്സിലാകണമെന്നില്ല. ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കാം. ദെൻ സ്ലോവർ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്കൊരു ഡിസിഷൻ ലൈൻ മാനേജർ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസിഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കോസ്റ്റ്ലിയാണ്. എന്താണ് നമുക്കിങ്ങനെ ഇത്രയും ടൈം എടുത്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ കോസ്റ്റും അതിനനുസരിച്ച് ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ.
ദെൻ ലാസ്റ്റ് വൺ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിസിലാണ് നമ്മൾ അതോറിറ്റി ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ് ഗ്രൂപ്പ് ദ എംപ്ലോയീസ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ് ഓർ ഓപ്പറേഷൻ. ഇപ്പോൾ നിലവിലുള്ള നമ്മളുടെ വലിയ ഓർഗനൈസേഷനൊക്കെ ഈ ഒരു സ്ട്രക്ചറാണ് കീപ്പ് ചെയ്യുന്നത്. ഓവറോൾ ആക്ടിവിറ്റീനെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബേസിലോ ഫംഗ്ഷൻ്റെ ബേസിസിലോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, ഇതാണ് നമ്മൾ നിലവിൽ കീപ്പ് ചെയ്തു പോകുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഫങ്ഷൻസ് ആർ പുട്ട് അണ്ടർ ദ ചാർജ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിങ്ങിനൊരു ഹെഡ്, ഓപ്പറേഷൻസ് ആണെങ്കിൽ അതിനൊരു ഹെഡ്, ഫിനാൻസ് ആണെങ്കിൽ അതിനൊരു ഹെഡ്, അങ്ങനെ ആ രീതിയിൽ ഓരോ ഫങ്ഷൻസിനും സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് it is in between line and staff authority, and the subordinate will get orders and directions from different function specialist. എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ സബോർഡിനേറ്റിനും ഇപ്പോൾ ഏറ്റവും താഴെ ലെവലിലുള്ള ഒരു എംപ്ലോയിക്കാണെങ്കിൽ അയാൾക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടാകും, ഫിനാൻസിൽ നിന്ന് ഓർഡേഴ്സ് കിട്ടുന്നുണ്ടാകും, പ്രൊഡക്ഷനിൽ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടാകും. അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ഒരേ എംപ്ലോയിക്ക് തന്നെ ഒരേ സമയം ഡിഫറെൻറ്റ് ഡയറക്ഷൻസും ഓർഡേഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ എക്സിക്യൂട്ടീവ്സ് ഹാവ് ടു പെർഫോം ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്പറേഷൻ. അവിടെ എക്സിക്യൂട്ടീവ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്ന പെർഫോം ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കുറവാണ്. അതേസമയം സബോർഡിനേറ്റിനെ വെച്ച് നോക്കുമ്പം അവർക്ക് ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും കിട്ടുന്നുമുണ്ട്. ഇതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യലൈസേഷൻ പോസിബിളാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ പോസിബിളാണ്. സ്റ്റാൻഡേർഡൈസേഷനും പോസിബിളാണ്. സ്റ്റാൻഡേർഡായിട്ടുള്ള വേ ഓഫ് ഡൂയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. അവിടെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ആയതുകൊണ്ട് വർക്ക് ലോഡും കുറവായിരിക്കും. ഓക്കെ, അതൊക്കെ മെറിറ്റ്സാണ്. ബട്ട് മെറിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. ഈ പറഞ്ഞതുപോലെ ഒരു സബോർഡിനേറ്റിന് ഒരേ സമയം ഒരുപാട് സോഴ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് പോസിബിൾ അല്ല. ആൻഡ് ലാക്ക് ഓഫ് കോർഡിനേഷനാണ്. നമുക്കിത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അവിടെ പ്രോംപ്റ്റായിട്ടുള്ള ഒരു കേപ്പബിളായിട്ടുള്ള ഒരു മാനേജർ അത്യാവശ്യമാണ്. ദെൻ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൺസൾട്ട് ചെയ്ത് ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും അവിടെ ഡിലേ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടി, അതിന് മുകളിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു. ഈ രീതിയിൽ ഓവർലാപ്പിംഗ് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. ഓക്കെ, ഇതാണ് 3 ഓർഗനൈസേഷൻ സ്ട്രക്ചർ: ലൈൻ, ദെൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ആൻഡ് ഫങ്ഷണൽ. ഓക്കെ, ഇത് ഈ ഒരു ടേബിൾ വൈസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിൽ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പറഞ്ഞു ടോപ്പ് ടു ബോട്ടമാണ് അതോറിറ്റി മൂവ് ചെയ്യുന്നത്. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ആവുന്ന സമയത്ത് എക്സ്പേർട്സിനെ നമ്മൾ ലൈൻ മാനേജേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ഫങ്ഷണൽ ആവുന്ന സമയത്ത് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആക്കിയിട്ട് അവിടെയാണ് നമ്മൾ ഓരോ മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് കുറച്ച് സിമ്പിൾ ആൻഡ് എക്കണോമിക്കലാണ്. ബട്ട് ലൈൻ ആൻഡ് സ്റ്റാഫ് ഫങ്ഷണൽ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ദെൻ ഡിസിഷൻ മേക്കിംഗ് നോക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റിയ ലൈനിലാണ്. മറ്റ് 2 ടൈപ്പിലും കുറച്ച് സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ റീസണൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ സ്പെഷ്യലൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനിൽ സ്പെഷ്യലൈസേഷൻ ഇല്ല, മറ്റ് 2 എണ്ണത്തിലും സ്പെഷ്യലൈസേഷൻ പോസിബിളാണ്. ദെൻ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ആദ്യം ലൈൻ ഓർഗനൈസേഷനിൽ മാത്രമാണുള്ളത്. ലൈൻ ആൻഡ് സ്റ്റാഫിൽ ഡിവിഷൻ ഓഫ് അതോറിറ്റി ഇല്ല. അവിടെ നമ്മൾ ലൈൻ അതോറിറ്റി ഉണ്ടാകും, സ്റ്റാഫ് അതോറിറ്റി ഉണ്ടാകും. ആൻഡ് ഇവിടെയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനാണ് അതോറിറ്റി വരുന്നത്. അവിടെ ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ലൈൻ സുപ്പീരിയേഴ്സിന് ഇവിടെ ബേർഡൻ കൂടുതലാണ്. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫിലും ഫങ്ഷണൽ ഓർഗനൈസേഷനിലും ആ ഒരു ഓവർലോഡിങ് ഓഫ് വർക്ക് കുറവാണ് മാനേജേഴ്സിന്. ദെൻ
സ്മോൾ ഓർഗനൈസേഷൻസിനാണ് ലൈൻ ഓർഗനൈസേഷൻ കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരുന്നത്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആൻഡ് അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ കുറച്ചും കൂടെ വലിയ ഓർഗനൈസേഷൻസിന് സ്യൂട്ടബിളായിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഇത്രയാണ് നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്.